സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 20 മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും കവരുന്നത് വടകരയാണ്. ഏതു മുന്നണി ജയിക്കുമെന്നതിനപ്പുറത്ത് ജൂൺ 4 വടകരയുടെ രാഷ്ട്രീയ ഭാവിയെ മാറ്റിമറിക്കുമെന്നതാണ് ചോദ്യം. ടി.പി. ചന്ദ്രശേഖരൻ വധത്തോടെ വിരാമമായ അക്രമ പരമ്പരകൾ വടകരയെ വീണ്ടും മുളപൊട്ടുമെന്നും ജനം ആശങ്കപ്പെടുന്നു. 2024 ഏപ്രിൽ 26 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ്. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തീപ്പൊരി തീർക്കുന്ന വടകര മത്സരിച്ചവരുടെ പെരുമ കൊണ്ടും എന്നും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലം കൂടിയാണ്. 1957 മുതൽ കെ.ബി. മേനോൻ, എ.വി. രാഘവൻ, അരങ്ങിൽ ശ്രീധരൻ, കെ.പി. ഉണ്ണികൃഷ്ണൻ, ഒ. ഭരതൻ, എ.കെ. പ്രേമജം, പി. സതീദേവി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ. മുരളീധരൻ എന്നിവരെയാണ് ഈ നാട് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തയച്ചിട്ടുള്ളത്. പൊതുവെ ഇടതുമണ്ണായാണ് വടകര അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നവോത്ഥാന സമരങ്ങളുടെയും ഏടുകൾ ചേർത്തുവെച്ച ചരിത്രമാണ് വടകരക്കുള്ളത്. ശക്തമായ UDF അനുകൂല തരംഗമുണ്ടാകുമ്പോഴും ഈ മണ്ഡലം അനങ്ങാപ്പാറ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന ഒരു ഉരുക്കുകോട്ടയായിരുന്നു. ഇടതുനിന്ന് വലത്തേക്ക് 2009 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് വടകരയുടെ രാഷ്ട്രീയം കീഴ്മേൽ മറിഞ്ഞു തുടങ്ങുന്നത്. കെ.പി. ഉണ്ണികൃഷ്ണൻ, എ.കെ. പ്രേമജം, ഒ. ഭരതൻ, പി. സതീദേവി എന്നിങ്ങനെ ഉൾപ്പെടെ തുടർച്ചയായ ഇടത് വിജയങ്ങൾ അവസാനിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ 2 തവണയും കഴിഞ്ഞ തവണ കെ. മുരളീധരനെയും വിജയിപ്പിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് എന്നതിലേക്ക് വടകര മാറി. CPM-ലെ വിഭാഗീയതയുടെ ഉച്ചസ്ഥായിയിൽ ഓഞ്ചിയെത്തിയ വിമത നേതാവ് ടി.പി. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ജനവിധി തേടിയപ്പോൾ അടർന്നുപോയ ഇടത് വോട്ടുകൾ ഇടതിന് പരാജയവും വലതിന് വിജയവും സമ്മാനിക്കുന്ന രാഷ്ട്രീയ മുഹൂർത്തവുമാവുകയായിരുന്നു. പിന്നീട് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ RMP UDF-നെ അനുകൂലിച്ചതോടെ പാർലമെന്റ് മണ്ഡലം മാത്രമല്ല വടകര അസംബ്ലി മണ്ഡലത്തിലും ഓഞ്ചിയം, ഏറമല, അഴിയൂർ, ചേറാട് പഞ്ചായത്തുകളിലും ഭരണമാറ്റം സംഭവിക്കുകയായിരുന്നു. ഇതിൽ ചോറാട് പഞ്ചായത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. ഇതുകൊണ്ടൊക്കെ തന്നെ വടകര മണ്ഡലം തിരഞ്ഞെടുപ്പ് വേളകളിൽ സവിശേഷ ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട്. ആശയ സമരങ്ങളിൽ നിന്ന് ചിലപ്പോഴെല്ലാം ആയുധ പോരാട്ടങ്ങളിലേക്കും വഴുതി വീഴാറുമുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ വർഗീയ സംഘർഷങ്ങളായി മാറാതിരിക്കാനുള്ള ഭഗീരഥ പ്രയത്നം വടകരയിലെ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. 2012 ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനു ശേഷം ഒരു വ്യാഴവട്ടത്തോളം അക്രമ രാഷ്ട്രീയത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും തള്ളിപ്പറയുന്ന ശക്തമായ നിലപാടാണ് വടകര നാട് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷവും അക്രമങ്ങൾ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കൂത്തുപറമ്പ്, തലശ്ശേരി, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നിക്കുന്ന വടകര പാർലമെന്റ് മണ്ഡലം കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും നിറഞ്ഞ ഒരിടമായി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ തീരാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും വടകരയിലെ രാഷ്ട്രീയ മണ്ഡലം കലങ്ങി മറയുന്നത് ആശങ്കയ്ക്കിടയാകുന്നുണ്ട്. അശ്ലീല വീഡിയോ വിവാദവും കാഫിർ പരാമർശവും അക്രമ രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതു വലത് കക്ഷികൾ പ്രചാരണ വിഷയമാക്കിയപ്പോൾ അതെല്ലാം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെട്ടടങ്ങുമെന്നാണ് കരുതിയത്. എന്നാൽ പൊതുസമൂഹത്തിൽ ചേരിതിരിവിന് തന്നെ ഇടയാക്കും വിധം വടകരയിൽ ഇപ്പോഴും പ്രചരണം കത്തി നിൽക്കുകയാണ്. കാഫിർ പരാമർശത്തിന്റെ പേരിൽ UDF-ഉം RMPI-യും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വീറും വാശിയുമേറുകയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് കാഫിർ പരാമർശ വീഡിയോ ചമച്ച പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് UDF മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സമരം ശക്തമാകുന്നതിൻ്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുപ്പിച്ച് പൊതുസമ്മേളനം നടത്തിയത്. എന്നാൽ ഈ പരിപാടിയിൽ KS ഹരിഹരൻ, LDF സ്ഥാനാർത്ഥി KK ശൈലജയെയും ഒരു നടിയെയും ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശം UDF-നെ പ്രതിരോധത്തിലാക്കി. ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുന്നതിനിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. KS ഹരിഹരന്റെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ പശ്ചാത്തലത്തിൽ പോലീസ് വടകര മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയിരിക്കുകയാണ്. കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഉറപ്പാണ് പോലീസ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
സമാധാനം ഉറപ്പാക്കണം. കേരളത്തിലെ മറ്റു 19 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വടകരയിൽ പോലീസ് മുൻകൈയെടുത്ത് അടുത്തിടെ സർവകക്ഷി യോഗം ചേർന്നു. റൂറൽ SP ഓഫീസിൽ ഉത്തരമേഖല DIG വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നാട്ടിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അനഭിലഷണീയമായ കാര്യങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് മുൻകൈയെടുത്ത് സർവകക്ഷി യോഗം വിളിച്ചത്. ഫലപ്രഖ്യാപന ശേഷവും സമാധാന അന്തരീക്ഷം തുടരണമെന്ന ഉറപ്പാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് പോലീസ് ആവശ്യപ്പെട്ടത്. ഇതിനായി പ്രധാന നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. ഫലം വരുന്ന ജൂൺ 4 വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വിജയികൾക്ക് മാത്രമാണ് ആഘോഷ പരിപാടികൾ നടത്താൻ അനുമതി. വൈകുന്നേരം 7 മണി വരെ മാത്രം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാം. വാഹന ഘോഷയാത്രകൾ അനുവദനീയമല്ല. ദേശീയ തലത്തിൽ വിജയിക്കുന്ന മുന്നണിക്ക് 5-ാം തീയതി 7 മണി വരെ ആഹ്ലാദ പരിപാടി നടത്താമെന്നതും രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാനറുകളും പോസ്റ്ററുകളും നീക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. നിയന്ത്രണങ്ങളുടെയും ആത്മനിയന്ത്രണങ്ങളുടെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച നാടിൻ്റെ ഐക്യവും സമാധാനവും കാത്തു സംരക്ഷിക്കാനുള്ള ഉദാത്ത രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പേരുകൂടിയായി വടകര മാറുമെന്ന പ്രത്യാശയിലാണ് കേരളം. വടകര മണ്ഡലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇന്ത്യ മുന്നണിയെക്കുറിച്ചും NDA സഖ്യത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.